ഹലോ, എല്ലാവർക്കും ജെമിനി ഫുഡ് ക്രേവിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ആരോഗ്യത്തോടെയും ഇരിക്കുന്നു എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അഭിപ്രായം എന്തു തന്നെയായാലും അത് നിങ്ങൾ രേഖപ്പെടുത്തണം. എല്ലാവരും ഫസ്റ്റ് തന്നെ വീഡിയോ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം. ഓക്കെ, നമ്മളിന്നൊരു മൊജിറ്റോയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. അതിന് കൂളിങ്ങിന് ആവശ്യമായിട്ട് ഐസ് ക്യൂബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് നാരങ്ങ നീര് വേണം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പുതിനയുടെ ഇല വേണം. ഓക്കെ, നമ്മളിത് ഇത്രയും എടുത്ത് തയ്യാറാക്കി വച്ചിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ടാക്കാം. ഞാനിത് നന്നായിട്ട് ആദ്യം കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതൊരു ഇഷ്ടമുള്ളൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒരു വൈൻ ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അതിലൊരു 2-3 സ്ട്രോബെറി മതിയായിരിക്കും. വലുതാണെങ്കിൽ ഒരു 2 മതിയായിരിക്കും. ശേഷം നമ്മളതിലേക്ക് കഴുകിയെടുത്ത് വെച്ച പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ എന്തെങ്കിലും ഒരു ഇടിക്കുന്ന ഒരു സാധനം കൊണ്ടുവന്ന് ഒന്ന് കുത്തിച്ചതയ്ക്കണം. കുത്തിച്ചതയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ആ ഗ്ലാസ് പൊട്ടാതെ നോക്കണം. അപ്പോൾ വേറെ എന്തെങ്കിലും വെച്ച് ഇടിച്ചിട്ട് അത് ചതച്ചൊന്ന് എടുത്തിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്താലും മതി. ഞാനിപ്പോൾ സ്ട്രോബെറി നാനാന്ന് ഇവിടെ പറയും കേട്ടോ, അതാണ് വായിൽ വന്നത്. പുതിനയുടെ ഇല പിന്നെ നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ കുത്തിച്ചതയ്ക്കുന്നുണ്ട്. ഗ്ലാസ് പൊട്ടിയിട്ട് പിന്നെ എന്നെ പറയരുത് കേട്ടോ. അപ്പോൾ ഞാനീ ഒരു ചപ്പാത്തി പരത്തത്തില്ലേ നമ്മൾ, അതിൻ്റെ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. ശേഷം നമ്മളതിലേക്ക്, അപ്പോൾ നമ്മൾ ഇടിച്ചെടുത്തത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ശേഷം നമ്മളതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങയുടെ സ്ലൈസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോബെറി ഞാനൊരു സ്ട്രോബെറി വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് അവസാനം. ഓക്കെ, ഞാനതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കണം. സോഡയാണ് ഞാനിവിടെ എടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റ് എടുക്കാം. ഞാൻ സോഡയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് കൂടെ ഇട്ടിട്ട് നല്ല കൂളിംഗ് ആയിട്ടിരിക്കാനായിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ റമദാനൊക്കെ അല്ലേ, നോമ്പ് തുറക്കൊക്കെ ഒരുപാട് ഈ നമ്മുടെ നാട്ടിലെ ചൂട് കൊണ്ട് വലഞ്ഞൊക്കെ ആയിരിക്കും ആൾക്കാർ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടെ നോമ്പൊക്കെ പിടിക്കുന്നവർക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ മസ്റ്റായിട്ടും നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ചാനലുണ്ടെന്നും അതിലൊരു ഈസി റെസിപ്പീസാണ് ഉള്ളതെന്നും പറയുക. സപ്പോർട്ട് ചെയ്യാൻ കൂടി പറയണം. ഓക്കെ, നമ്മളിവിടെ വേണമെങ്കിൽ നമ്മൾ ഇഞ്ചിയില്ലേ കുഞ്ഞ് ഒരു കഷ്ണം ഇട്ടിട്ട് അതും കൂടെ ചതയ്ക്കാൻ നേരത്ത് ചതച്ചെടുക്കാം. ഞാനത് ഇട്ടിട്ടില്ല, ഒരുപാട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ മൊജിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയോടൊപ്പം തന്നെ അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആഹാ, നല്ല സൂപ്പർ അടിപൊളി ഒരു ഡ്രിങ്കാണ്. ഭയങ്കരമായിട്ട് നമ്മളൊന്ന് ബോഡി ഫുള്ള് കൂളാകും. കാരണം അതിൽ ഐസ് ക്യൂബ്സ് കൂടെ ഇട്ടിട്ടുണ്ടല്ലോ. നല്ല ഭയങ്കര ഫ്രഷിങ് ഒരു ഫീലാണ് നമുക്കുണ്ടാവുക. ഞാനത് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ അമ്മോ, ഒരു കിടുക്കാച്ചി സാധനം. ഞാൻ ഇത് 2ാമത്തെ തവണയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഈ ഇസ്രായേൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു രക്ഷയില്ല, പൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് യുവർ സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.